മീതെ ചെറിയൊരു പെട്ടകം ഒഴുകി. പെട്ടകത്തിനുള്ളിൽ ആരാ? മോശം. മനസ്സിലായോ? ഓക്കെ, പെൺകുട്ടികൾ Yeah.
മ്യൂസിക്കില്ലാതെ നമ്മൾ ആൺകുട്ടിയുടെ പാടാൻ പോകും. ആദ്യത്തെ ഈ 4 വരി മാത്രം. 1 2 3 step. കൈകൾ കൊട്ടി പാടാം. സന്തോഷം എന്ന് പറയുന്നത് കരയുന്ന പോലെ ഒന്നുകൂടി നോക്കാം. ready 1 2 3 step. കൊട്ടി പാടാം, തപ്പൽ കൊട്ടി പാടാം, എന്തെന്ത് സന്തോഷം. ഒന്നുകൂടെ കൈകൾ കൊട്ടി പാടാം, തപ്പൽ കൊട്ടി സന്തോഷത്തിൽ പാടണം. സന്തോഷം കരഞ്ഞു ശബ്ദത്തിൽ പാടുന്നത് ഇപ്പൊ പുറത്തേക്ക് ഓക്കെ. ഇനി പെൺകുട്ടികളാണ് നിങ്ങളോടെയാണ്. റെഡി 1 2 3 കൈകൾ കൊട്ടി പാടാം, കൊട്ടി
ഒരു ചെറിയൊരു ഗെയിം ഞാൻ നടത്താൻ പോവാം. ഓക്കെ, ഞാനിവിടെ ഒരു സാധനം ഒളിച്ചു വയ്ക്കും. ഇവിടെ ഈ ഭാഗത്ത് വിളിക്കും. ഒരാളെ ഞാൻ പുറത്തേക്ക് വിടും. അപ്പോൾ പാട്ട് ഇവിടെ തുടങ്ങും. അദ്ദേഹം ആ കുട്ടി ഇവിടെ വരുമ്പോൾ നമ്മൾ വെച്ച ഈ സാധനത്തിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യണം? പാട്ടിൻ്റെ ശബ്ദം കൂട്ടണം. ആ സാധനത്തിൻ്റെ അടുത്തുനിന്ന് കുറേ ദൂരം പോവുകയാണെങ്കിൽ പാട്ടിൻ്റെ ശബ്ദം കുറയ്ക്കണം. അവിടെ അടുത്തെത്തുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ശബ്ദം കൂട്ടി പാടണം. ആര് പുറത്തേക്ക് പോവാം? ഒരാൾ. ആ, നീ പോയി. ഇവനാണ് ആദ്യം കൈയ്യറുന്നത്. എങ്കിലും അങ്ങോട്ട് അങ്ങോട്ട് പാട്ടിൻ്റെ ശബ്ദം കൂടി. ആരും പറഞ്ഞു കൊടുക്കാൻ പാടില്ല കേട്ടോ. എവിടെ വയ്ക്കേണ്ടത്? എവിടെ വയ്ക്കേണ്ടത്? ഇവിടെ വയ്ക്കാം. ഇവിടെ അവനെ കാണിച്ചോട്ടെ. ഈ സാധനം നമ്മൾ കാണിച്ചു കൊടുക്കട്ടെ. അല്ലെങ്കിൽ അവനറിയില്ല. ഇതൊന്നും കാണിച്ചോട്ടെ. ഇതാണ് ഓക്കെ. നീ നല്ല ശബ്ദത്തിൽ പാടും. ഇവ വേഗം കണ്ടുപിടിച്ചു. ഒരാളുകൂടി നമുക്ക് റെഡി.
ഇഷ്ടമായോ? ഒന്നുകൂടെ പാടാം. എല്ലാവരും കൈയടിച്ചോ? ഇത് നിങ്ങളെ നല്ല ശബ്ദത്തിൽ പാടാം. പ്രാർത്ഥനയ്ക്ക് ശേഷം ഓരോ ഗ്രൂപ്പുകളെ വിളിക്കും. അവർ പെട്ടെന്ന് നിലയുന്ന അതേ സ്ഥലത്തേക്ക് പോകണം. പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രിയ സൗരൻ മൈക്കൽ സൗരനെ മുന്നോട്ട് ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും നിശബ്ദരായിരിക്കണം. ആരും വർത്തമാനം പറയരുത്. എല്ലാവരും പ്രാർത്ഥനയ്ക്ക് കണ്ണുകൾ അടയ്ക്കണം. സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ഈ ദേശത്ത് കർത്താവെ BBS ക്യാമ്പ് നടത്തുവാൻ തന്ന കൃപയ്ക്കായ സ്തോത്രം. അനേകം മക്കളെ അവിടുന്ന് കൂട്ടിവരുത്തിരിക്കുക സ്തോത്രം. നല്ല പാട്ടുകൾ പാടുവാനും സന്തോഷിപ്പാനും തന്ന കൃപയ്ക്കായ സ്തോത്രം. ഈ 3-4 ദിവസങ്ങളിൽ നടക്കുന്ന ഈ വേലയോ കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാ കുട്ടികളെയും അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ അത് വലിയ ഒരു മനസ്സിന് നല്ല സന്തോഷം നൽകിപ്പാൻ അവിടുന്ന് ഇയാക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കായിട്ടും നന്ദി പറയട്ടെ. പ്രാർത്ഥന കേട്ടിരിക്കുക സ്തോത്രം. അതുപോലെ ഗ്രൂപ്പുകളായി വാക്യം പഠിക്കുവാനൊക്കെ കടന്നു പോകുന്ന എല്ലാ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുക സ്തോത്രം. എല്ലാ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ താഴ്മ അപേക്ഷിച്ചു കൊള്ളുന്നു. ആമേൻ. മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. പഠിച്ചാ ആർക്ക് കാണാൻ പറയാ? ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. 1 ശമൂവേൽ 15:22. ഇതാ 1 ശമൂവേൽ 15:22. ഇതാ അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. 1 ശമൂവേൽ 15:22. 1 ശമൂവേൽ 15:22. ഇതെന്തത്? ഇതാണ് ആ ബൈബിളിലെ ഏത് സ്ഥലത്താണ്, അതിൻ്റെ ലൊക്കേഷനാണ് വായിക്കത്തിൻ്റെ ഏത് സ്ഥലത്താണെന്നുള്ളത് തന്നെ അറിയാൻ വേണ്ടിയുള്ള എൻ്റെ റെഫറൻസാണ് 1 ശമൂവേൽ 15:22. വായിക്കുന്ന ഇത് അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. എന്ന് പറയാം നമുക്ക് അല്ലേ? എന്താ? ഇതാ ഒക്കെ പറയും. ഇതാ അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. ഞാൻ ഓരോന്നിലും കൈവയ്ക്കുമ്പോൾ നിങ്ങൾ പറയും. ഓക്കെ?
ഇനി കൃത്യമായിട്ട് പറയണം. ബോയ്സ് ഫസ്റ്റ്. ഓക്കെ, വെരി ഗുഡ്. ബോയ്സിനേക്കാൾ സൗണ്ട് ഗേൾസിനുണ്ടോ എന്ന് നോക്കാം. അവരാണ് സ്ട്രെങ്ത് കൂടുതൽ, പക്ഷെ നമുക്ക് വോയിസ് കൂടുതലുണ്ടോ എന്ന് നോക്കാം. ഓക്കെ അല്ലേ? അതല്ല, യെസ്, വെരി ഗുഡ്. ഇന്നത്തെ വാക്യം നിർത്തത്താണ്. അപ്പോൾ ഈ വാക്യം പോലെ നമ്മളെല്ലാവരും എന്ത് ചെയ്യണം? അനുസരിച്ച് ജീവിക്കണം. ഓക്കെ ഓക്കെ, ദേവലായിട്ടേക്ക് കേട്ടോ. വഴി നൽകിയിട്ടിട്ട് ചെറിയതായിട്ട് വിശ്വസിച്ച അത് കഴിഞ്ഞപ്പോഴാണ് എന്ത് കൊടുത്തത്? 10 പാതകൾ കൊടുത്തത്. 10 പാതകൾ അറിയില്ലേ? പറഞ്ഞേ. അപ്പൊ ഈ കുഞ്ഞിനെ ഈ അമ്മ വളർത്തി 5-6 വയസ്സ് വരെയോ, നമുക്ക് കൃത്യമായിട്ടുള്ള വയസ്സറിയത്തില്ല, എന്നാലും ഈ കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വന്ന് ഈ അമ്മ തിരിച്ച് രാജകുമാരിക്ക് ഏൽപ്പിക്കുക. ഓക്കെ, അത്രയും നാളും കൊണ്ട് ഈ കുഞ്ഞിന് പറഞ്ഞു കൊടുക്കാവുന്നതെല്ലാം ഈ അമ്മ പറഞ്ഞു കൊടുത്തു. ദൈവത്തെ പറ്റി, ദൈവവചനവും നമ്മൾ ദൈവത്തിന്റെ മക്കളാണെന്നും എല്ലാം ഈ അമ്മ കറക്റ്റായിട്ട് മോശക്കുഞ്ഞിന് പറഞ്ഞു കൊടുത്തു. മോശക്കുഞ്ഞിന് മനസ്സിലായി മോശക്കുഞ്ഞൊരു ഇസ്രായേലിലെ ഒരു പൈതലാണെന്നൊക്കെ മോശക്കുഞ്ഞിന് മനസ്സിലായി. അപ്പം കൊട്ടാരത്തില് രാജകുമാരിക്ക് കൊണ്ടു കൊടുത്തു. അത് തൊട്ട് മോശ ഒരു 40 വയസ്സാവുന്നവരെ ആ കൊട്ടാരത്തിൽ വളർന്നു. ആരായിട്ട്? രാജകുമാരിയുടെ മകനായിട്ട്, ഒരു രാജകുമാരനെ പോലെ കൊട്ടാരത്തിൽ വളർന്നു. എല്ലാ സമ്പന്നോടുകൂടെ വളർന്നു. അപ്പൊ അവിടെ മോശ എല്ലാം പഠിച്ചു. ഏറ്റവും നല്ല സ്കൂളിലേക്കും എല്ലാം പഠിച്ചു. എല്ലാ തരം ആയുധങ്ങൾ ഉപയോഗിക്കാനും കുതിര സവാരിയും എല്ലാം പഠിച്ചു മിടുക്കനായിട്ടാണ് മോശ അവിടെ വളർന്നത്. സഹോദരന്മാരായ ഇസ്രായേൽ മക്കൾക്ക് എങ്ങനെയുണ്ടെന്ന് കാണാനായിട്ട് മോശ അന്വേഷിക്കാൻ ചെല്ലുകയാണ്. അവരെന്ത് ചെയ്യായിരുന്നു? അവിടെ പണിയെടുക്കുക, അടിമപ്പണി ചെയ്യുകയാണ്, കഷ്ടപ്പെടുകയാണ്. കണ്ടോ, ഒരു വലിയ വെയിറ്റുള്ള സാധനം അവർ വലിക്കുകയാണ്, ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുകയാണ്. മോശയ്ക്ക് മനസ്സിലായി ഇതെന്റെ സഹോദരന്മാരാണ്, ഞാൻ ഇസ്രായേലിലാണ് എന്ന് മനസ്സിലായി. അപ്പൊ മോശ എന്ത് ചെയ്തു? അപ്പൊ ഒരു ദിവസം മോശ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ഈജിപ്തിലെ ഒരാള് ഇസ്രായേൽ മക്കളിലെ ഒരാളിനെ ഉപദ്രവിക്കുന്നു. അപ്പൊ മോശ എന്ത് ചെയ്യുക? ഈജിപ്തുകാരനെ അടിച്ചു കൊന്നിട്ടങ്ങ് കുഴിച്ചിട്ടു. ആരും കണ്ടില്ലെന്നാ മോശ വിചാരിച്ചത് കേട്ടോ. ഓക്കെ, അപ്പൊ പിറ്റേ ദിവസം 2 ഇസ്രായേലിലെ 2
മക്കള് വഴക്കൂടുന്നു. അപ്പം ആ തെറ്റ് ചെയ്ത ആളോട് മോശ ചോദിച്ചു, നിങ്ങൾ എന്തിനാ വഴക്കൂടുന്നത്, നിങ്ങൾ സഹോദരന്മാരല്ലേ എന്നൊക്കെ ചോദിച്ചപ്പം ആ തെറ്റ് ചെയ്ത ആള്, ഉപദ്രവിക്കുന്ന ആള് മറ്റൊരാളോട് പറഞ്ഞു, ഇന്നലെ ആ ഈജിപ്തിലെ ആളെ കൊന്നപോലെ നീ ഇന്ന് എന്നെയും കൊല്ലാൻ നോക്കുവാണോ എന്ന് ചോദിച്ചു. അപ്പോൾ മോശ പേടിച്ചു. കാരണം എല്ലാവരും അറിഞ്ഞു, രാജാവ് അറിഞ്ഞു, ഫറവോ അറിഞ്ഞു. അപ്പൊ മോശയ്ക്ക് പേടിയായി. ഓക്കെ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ആര് കാണുന്നുണ്ട്? എപ്പോഴും ദൈവം. മനുഷ്യരാരും കണ്ടില്ലെങ്കിലും ആര് കാണുന്നുണ്ട്? ദൈവം കാണുന്നുണ്ട്. എല്ലാം നിങ്ങൾ തന്നെ ഇരിക്കുമ്പോഴും എന്തൊക്കെ കാണുന്നുണ്ട്? നമ്മൾ ചിന്തിക്കുന്നത് ദൈവത്തിനറിയാം, നമ്മൾ പറയുന്നത് ചെയ്യുന്നത് എല്ലാം ദൈവത്തിനറിയാം. ഓക്കെ, ദൈവത്തെ മറിച്ചിട്ട് നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പൊ മോശ പേടിച്ചു ഭയപ്പെട്ട് മോശ എന്ത് ചെയ്തു? എന്താ ചെയ്ത മോശ? ഓടിപ്പോയി. ഓടി. കാരണം ആരാ? ഫറോ അറിഞ്ഞു അല്ലേ? ഫറോ തന്റെ ദാസന്മാരെ അല്ലെങ്കിൽ പടയാളികളെയൊക്കെ വിട്ടിട്ടുണ്ട് മോശയെ അന്വേഷിക്കാനും പിടിക്കാനായിട്ട്. എന്തിനാ? ഫറോ കൊല്ലാനായിട്ട് നോക്കുക. മോശ ഇത്രയും വലിയ തെറ്റ് ചെയ്തില്ലേ? അപ്പം മോശ ഓടിപ്പോയി. എവിടെ എത്തി? ഏത് സ്ഥലം? അല്ലടാ, ഈജിപ്തിലാണ് ഓടിപ്പോയത്. മിദ്യാൻ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അവിടെ എവിടെയാ? മോശ ക്ഷീണിച്ച് തളർന്ന് ഒത്തിരി ഓടി കേട്ടോ. അവിടെ ഒരു സ്ഥലത്ത് പോയി ഇരുന്നു. എവിടെ ഇരുന്നേ? കിണറിന്റെ അരികെ പോയിട്ട് ഇരുന്നു. 10 ബാധകൾ കേട്ടാ. അങ്ങനെ 10ാമത്തെ ബാധയില് കടിഞ്ഞൂൽ സംഹാരത്തില് ചെറിയ വീട് മുതല് വലിയ വീട് വരെയുള്ള എല്ലാ വീട്ടിലെയും ആദ്യത്തെ കുഞ്ഞുണ്ണികളൊക്കെ മരിച്ചുപോയി. ആദ്യത്തെ മക്കളൊക്കെ മരിച്ചുപോയി. അതില് ഫറവോന്റെ മകനും വരെ മരിച്ചുപോയി. പക്ഷെ ഇസ്രായേൽ മക്കൾ ആരും എന്തായില്ല, മരിച്ചുപോയില്ല. അങ്ങനെയാണ് അവിടുന്ന് ഫറവോൻ അവരെ തിരിച്ച് ദൈവത്തെ ആരാധിക്കാനായിട്ട് അനുവദിക്കുന്നത്. മനസ്സിലായില്ല? പിന്നെ ഇന്നത്തെ വാക്യം ഓർമ്മയില്ല നിങ്ങൾക്ക്? എന്തെന്ന് പഠിച്ചേ? ഇതാ അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. അപ്പോ അനുസരിക്കണം, ശ്രദ്ധിക്കണം. ശ്രദ്ധയില്ല നിങ്ങൾക്ക്? നിങ്ങൾ ശ്രദ്ധിക്കോ? ശ്രദ്ധിക്കാന്ന് പറഞ്ഞെന്താ? ഇവിടെ പറയുന്നതൊക്കെ കേൾക്കണം കേട്ടോ. രണ്ടാമതെന്തായിരുന്നു? വെള്ളം വ്യക്തമായി. രണ്ടാമത് തവണ. മൂന്നാമതെന്തായിരുന്നു? മനസ്സിലായോ? ഇതിനൊന്ന് മാറ്റി കിട്ടിയെങ്കിൽ വീണ്ടും മനസ്സിൽ വെച്ചു. ഞാൻ മാറ്റിത്തരാം, ഞാൻ വിട്ടുതരാം. അതെല്ലാം പോയി. അത് കഴിഞ്ഞപ്പോ വീണ്ടും കാണിച്ചു. പിന്നെ പോയത് കഴിഞ്ഞപ്പോ രാജാവ് പറയുമ്പോ ഇങ്ങനെ നേരത്തെ വിട്ടു തരില്ല. വീണ്ടും അടുത്ത പാത അയച്ചു. എന്താണ്? അയച്ചു വന്നപ്പോ മൃഗമേത്ത് എല്ലാ തുന്നി അയച്ചു വന്നു. അത് അസഖ്യമായപ്പോ വീണ്ടും മോശ പ്രാർത്ഥിച്ചു. അതിൽ നിന്ന് വിടുതൽ ലഭിച്ചു കഴിഞ്ഞപ്പോ വീണ്ടും പറവാൻ ദേഹത്തെ വിട്ടയച്ചില്ല. അടുത്തതായിട്ട് മാറ്റം എന്ത് വന്നു? കഠിനമായ വ്യാധി വരാനായിട്ട് ഇടയാക്കി. മാത്രമല്ല മൃഗങ്ങളുടെ മേൽ തന്നെ അടുത്ത ഭാഗം വന്നു. മൃഗങ്ങളുടെ മേൽക്കെല്ലാം പരിക്കൾ വരാനായിട്ട് ഇടയാക്കുന്നു. ഇപ്പൊ നമ്മൾ എത്ര ഭാഗം പറഞ്ഞു? 1 വെള്ളം വ്യക്തമായി തീർന്നു, 2 തവള, 3 പേർ, 4 നായിച്ച, 5 എന്താണ്? മൃഗങ്ങൾക്കുള്ള വ്യാധി, 6 പരിക്കൾ. അയച്ചപ്പോ
കത്തി പോകാത്ത മുൾപ്പറപ്പിന്റെ അടുക്കൽ ചെന്നപ്പോൾ മോശയെ ദൈവം വിളിച്ചു. എന്താ വിളിച്ചേ പറഞ്ഞത്? മോശയോട് പറഞ്ഞു, വലിയ ദൗത്യം മോശയെ ഏൽപ്പിച്ചു. എന്താണ് മോശയെ ഏൽപ്പിച്ച ദൗത്യം? ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്നും വിടുവിക്കണം. എന്താണ് ഇസ്രായേൽ മക്കൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അവർ അടിമവേല വിട്ട് അടിമവേല കൊണ്ട് അവർ നിലവിളിക്കുകയാണ്. അവർക്ക് അവരുടേതായിരിക്കുന്ന ഊഴിയ വിചാരകന്മാരെ കൊണ്ട് അവർ അടികിട്ടി അവരുടേതായിരിക്കുന്ന പ്രയാസം കൊണ്ട് അവർ ദൈവത്തോട് നിലവിളിക്കുകയാണ്. ആ നിലവിളിക്കുമ്പോൾ ദൈവം ഈ നിലവിളി കേട്ടു. നമ്മുടെ ജീവിതത്തിലും ദൈവം നമ്മുടെ നിലവിളി കേൾക്കും. ദൈവം നമ്മുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് നമ്മൾ ഭയത്തോടെ ദൈവസനയിലായിരിക്കണം. ദൈവത്തിന്റെ വാക്ക് നമ്മൾ കേൾക്കണം. ദൈവത്തിന്റെ ശബ്ദം നമുക്ക് കേൾക്കണം. ദൈവം നമ്മെ ഓരോരുത്തരെയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? നമ്മൾ എവിടെ ഇരിക്കണോ, എന്ത് ചിന്തിക്കണോ, എന്ത് കാര്യങ്ങൾ മനസ്സിലാക്കണോ എന്നുള്ള കാര്യം നാം ഓർത്തിരിക്കണം. കാരണം എന്താണ്? ദൈവം നമ്മെ നോക്കിക്കൊണ്ടിരിക്കുക. മോശയോട് പറഞ്ഞ എന്താണ്? ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്നും വിടുവിക്കാനുള്ള ദൗത്യമാണ് കൊടുത്തിരിക്കുന്നത്. മിസ്രയീമിൽ മോശ എത്ര നാളുണ്ടായിരുന്നു? രാജാവിന്റെ കൊട്ടാരത്തില് 40 കൊല്ലം അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ മോശയെ വീണ്ടും ദൈവം പറഞ്ഞയക്കുമ്പോൾ അവിടുത്തെ പണ്ടത്തെ രാജാക്കന്മാരൊക്കെ മരിച്ചുപോയി. അവരൊക്കെ മരിച്ചുപോയി. ഇപ്പോഴും മോശയെ അറിയാത്ത രാജാവാണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ധൈര്യമായിട്ട് മോശയ്ക്ക് എവിടേക്കെല്ലാം ഇസ്രായേൽ ദേശത്തിലേക്ക് ചെല്ലാം. ആ ഫറവോന്റെ അടുക്കിലേക്ക് ഫറവോന്റെ അടുത്തേക്ക് ചെല്ലാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ്? മോശയെ കൊല്ലാനായിട്ട് ശ്രമിച്ചിരുന്ന ആ രാജാവൊക്കെ മരിച്ചുപോയി. അതുകൊണ്ട് ധൈര്യമായിട്ട് മോശയ്ക്ക് ഈ ഫറവോന്റെ അടുക്കിലേക്ക് കടന്നു പോകാനായിട്ട് കഴിഞ്ഞു. ഇത്ര മോശയോട് പറഞ്ഞു, ഞാൻ ഈജിപ്തിലേക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ മോശ ഇത്ര പറഞ്ഞു, സമാധാനത്തോടെ പോകാം, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ മോശയെ വളരെ സന്തോഷത്തോടുകൂടെ യാത്ര അയച്ചു. മോശയ്ക്ക് 2 മക്കളുണ്ടായിരുന്നു. മോശയുടെ ഭാര്യയുടെ പേരെന്ന് പറഞ്ഞാൽ സിപ്പോർ. അപ്പോൾ ഭാര്യയെയും 2 മക്കളെയും കൂട്ടി അങ്ങനെ ഈജിപ്തിലേക്ക് പോകുമ്പോൾ ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിന്റെ അടുത്തിൽ വെച്ച് മോശയുടെ സഹോദരന്റെ പേരെന്താണ്? ആർക്കറിയാം? അഹരോനെ കണ്ടു. അഹരോനെ കണ്ടപ്പോൾ ജ്യേഷ്ഠനും അനുജനും തമ്മിൽ കണ്ടപ്പോൾ എന്തുണ്ടാക്കി? വളരെ സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ച് അവർ ആലിംഗനം ചെയ്തു. എന്നിട്ട് പറഞ്ഞു, മോശ അഹരോനോട് പറഞ്ഞു, ദൈവം വലിയൊരു ദൗത്യം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്, അത് അഹരോനും കൂടി സഹായിക്കണമെന്ന് പറഞ്ഞ് ഈജിപ്തിലേക്ക് അവർ കടന്നുപോയി. മനസ്സിലായോ? അങ്ങനെ മോശയും അഹരോനും കൂടി ഫറവോന്റെ രാജ്യമായിരിക്കുന്ന ഈജിപ്തിൽ ചെന്ന് അവിടെയുള്ള ആളുകളെയൊക്കെ പ്രത്യേകമായിട്ട് വിളിച്ചുകൂട്ടി അവരോട് ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ദൈവം വിളിച്ചു എന്നുള്ളതിന് ഒരു അടയാളമായിട്ട് മോശയോട് ദൈവം ഒരു കാര്യം ചെയ്തിരുന്നു. എന്താണ് ചെയ്തിരുന്നത്? മോശയുടെ കയ്യിൽ ഒരു വലിയ വടിയുണ്ടായിരുന്നു. ആ വടി ദൈവം പറഞ്ഞു നിലത്ത് ഇടാൻ പറഞ്ഞു. എന്തുണ്ടായി? നിലത്തിട്ടപ്പോൾ പാമ്പായി തീർന്നു. അതൊരു അത്ഭുതമില്ല. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ദൈവത്തിന്റെ ശബ്ദം കേട്ടാൽ, ദൈവത്തിൻ്റെതായിരിക്കുന്ന വിളി കേട്ടാൽ നമുക്കൊരു ഉറപ്പുണ്ടായിരിക്കണം, നമുക്കൊരു അടയാളമുണ്ടായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെ വിളിച്ചു എന്നുള്ളതിൻ്റെ ഉറപ്പ് എപ്പോഴും ഉണ്ടായിരിക്കണം. മോശയ്ക്ക് എന്താണ് ഉറപ്പുണ്ടായത്? ഒരു വടി നിലത്തിട്ടപ്പോൾ പാമ്പായി തീർന്നു. പിന്നെ എന്ത് ചെയ്തു? മോശയോട് പറഞ്ഞു അതിൻ്റെ വാലിൽ പിടിക്കാൻ പറഞ്ഞു. പിടിച്ചപ്പോൾ എന്തുണ്ടായി? അത് വടിയായി തീർന്നു. അപ്പോൾ അത് നല്ലൊരു അടയാളം കൊടുത്തു. മോശയെ ദൈവമാണ് വിളിച്ചത് എന്ന് നമ്മൾ മോശയ്ക്ക് ഉറപ്പിച്ചു കൊടുത്തു. നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ വിളി കേട്ടത് നമ്മുടെ ജീവിതത്തിൽ അനുഭവമാക്കണം. എപ്പോഴാണ് ദൈവം വിളിക്കുന്നത്? ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ നമ്മെ ദൈവം വിളിക്കും. ദൈവത്തിൻ്റെ വചനത്തോടു കൂടിയാണ് ദൈവത്തിൻ്റെ മക്കളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ഈ വചനത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഹൃദയത്തിൽ പ്രവർത്തിക്കുന്നത്.
എന്താണ് പ്രവർത്തിക്കുന്നത്? ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നത് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ചും ഓർമ്മ വരുത്തും, അഥവാ ബോധം വരുത്തും, മനസ്സിലാക്കി തരും. ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ നീ പാപിയാണെന്നും പാപത്തിൽ ജനിച്ചവരാണെന്നും പാപത്തിൽ ജീവിക്കുന്നവരാണെന്നും പാപത്തിൻ്റെ ശമ്പളം മരണമാണെന്നും ദൈവത്തിൻ്റെ ആത്മാവ് ഹൃദയത്തിൽ സംസാരിക്കും. അങ്ങനെ ഹൃദയത്തിൽ സംസാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശബ്ദം കേട്ട് അവനെ അനുസരിക്കുന്നുവെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ വരുന്ന ഒരു അത്ഭുതമായിരിക്കുന്ന മാറ്റമാണ് മാനസാന്തരം എന്ന് പറയുന്ന അനുഭവം. മാനസാന്തരം ഉണ്ടായിട്ടുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ? ഉണ്ടായിട്ടില്ല എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ നിങ്ങളുടെ ആത്മാവിനോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് പാപബോധം നൽകും. നിങ്ങൾ നഷ്ടപ്പെട്ടവരാണെന്ന് മനസ്സിലാക്കി തരും. അങ്ങനെ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുവാൻ കൊണ്ടും നിങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവ് പ്രേരിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങൾ അനുതാപത്തോടുകൂടെ പാപത്തെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ നിരപ്പ് ലഭിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് സംസാരിച്ചു എന്നതിൻ്റെ അടയാളമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ നൽകും. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് അറിയുന്നില്ലയോ? ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിങ്ങളെ മുദ്രയിട്ട് ദൈവത്തിന്റെ വകയാണെന്ന് കാണിക്കും. മോശയെ ദൈവം വിളിച്ചപ്പോൾ ദൈവത്തിന്റെ ഒരു അടയാളം കൊടുത്തു. എന്തായിരുന്നു അടയാളം? വടി നിലച്ചിട്ടു പാമ്പായി തീർന്നു. ദൈവമാണ് നിങ്ങളെ വിളിച്ചതെന്നുള്ള കാര്യം അത് ബോധ്യപ്പെടുത്തി കൊടുത്തു. ഇതുപോലെ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കൂ. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉണ്ട് എന്നുള്ള ഉറപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പാകരുത്. എന്താണ് അതിൻ്റെ അടിസ്ഥാനം ഉറപ്പ് ലഭിക്കുന്നത്? പാപ സ്വഭാവത്തിൽ നിന്നും ദൈവ വഴികളിൽ നടക്കുവാനുള്ള താല്പര്യം, ഹൃദയത്തിലുള്ള ആഗ്രഹം ദൈവത്തിന്റെ ആത്മാവാണ് നൽകുന്നത്. പാപം ചെയ്യാനുള്ള പ്രേരണ നൽകുന്നത് ആരാണ്? പിശാചാണ് നൽകുന്നത്. രക്ഷിക്കപ്പെടുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ആദ്യം ദൈവത്തിന്റെ ആത്മാവല്ല പ്രവർത്തിക്കുന്നത്, പിശാചാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും പാപം ചെയ്യുന്നു. പാപം ചെയ്യാനായിട്ട് ആരെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ? ആരും പഠിപ്പിക്കുന്നില്ല. എന്നാൽ പിശാച് നിങ്ങളോട് പറയും പാപം ചെയ്യണമെന്ന് പറയും, നിങ്ങളത് പ്രേരിപ്പിക്കും, നിങ്ങൾ പാപം ചെയ്യും. അങ്ങനെ ദൈവത്തിന് വിരോധമായി ജീവിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ താല്പര്യമുണ്ടാക്കിയില്ല. ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ താല്പര്യമുണ്ടാകണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ പ്രവർത്തിക്കണം. എന്നാൽ മാത്രമാണ് ദൈവത്തിന്റെ വചനം കേൾക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിൽ വസിക്കുന്നവർക്ക് ജീവിതത്തിൽ നിന്നുണ്ടാകും ദൈവത്തിന്റെ വഴികളിൽ നടക്കുവാൻ. ദൈവത്തിന്റെ വഴികളിൽ നടക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവവചനം വായിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവത്തിന്റെ വചനം കേൾക്കുവാനുള്ള താല്പര്യത്തോടുകൂടെ എവിടെ ദൈവവചനം കേൾക്കുന്നുണ്ടോ അവിടേക്ക് ചെല്ലുവാനുള്ള താല്പര്യം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് നൽകും.
കൂടെ കഴിയട്ടെ കേട്ടാ. ഒന്നും കൂടെ ഓർച്ചയുടെ ഭാര്യയുടെ സ്ഥലം. ഓർച്ചയുടെ Please,
പെൺകുട്ടികൾക്ക് സാധിച്ചില്ല. ദൈവം മോശയെ ധൈര്യപ്പെടുത്തിയത് എങ്ങനെ? ദൈവം മോശയെ ധൈര്യപ്പെടുത്തിയത് എങ്ങനെ? ദൈവം മോശയെ ധൈര്യപ്പെടുത്തിയത് എങ്ങനെ? എങ്ങനെയാണ് മോശ ധൈര്യപ്പെടുത്തിയത്? എങ്ങനെയായിരുന്നു മോശയെ ധൈര്യപ്പെടുത്തിയില്ലേ? അതിനെ ശക്തിപ്പെടുത്തുക.
ചെയ്തുകൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ മനസ്സിൽ അത് ഉണ്ടാകുകയുള്ളൂ. ഇപ്പോൾ പ്രാർത്ഥിച്ച് നമുക്ക് വീടുകളിലേക്ക് കടന്നു പോകാം. ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഈ സഭയിൽ കൂടുന്ന ഡെന്നിയുടെ ഉത്സവനെ മുന്നോട്ട് ക്ഷണിക്കുന്നു. സഹോദരൻ വിളിച്ചിട്ടുള്ളത് ഈ മീറ്റിംഗ് ഇന്നത്തെ മീറ്റിംഗ് പ്രാർത്ഥിക്കാൻ ശ്രമിക്കാനാണ്. അപ്പൊ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, നന്ദിയോടുകൂടി നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഈ ദിവസത്തിനായിട്ട് കർത്താവ് നന്ദിയോടുകൂടി നിനക്ക് സ്തോത്രം കർത്താവ്. വിശേഷാൽ കർത്താവേ, ഈ ഹാളിൽ കർത്താവെ കഴിഞ്ഞ 3 ദിവസങ്ങളായി നടക്കുന്ന ഈ VBS-നോടനുബന്ധിച്ച് കർത്താവ് നിന്നെ തിരുമുത്തിക്ക് നോക്കുന്ന കർത്താവ് കഴിഞ്ഞ 3 ദിവസം കർത്താവ് ഏറ്റവും ക്ഷേമകരവും ഐശ്വര്യകരമായി കർത്താവ് നീ ഞങ്ങൾ നടത്തിയിരിക്കാൻ നന്ദിയോടുകൂടി നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അടുത്ത 2 ദിവസം കൂടി കർത്താവിനെ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. കർത്താവിന് ആവശ്യമായിട്ടുള്ള എല്ലാ വിധങ്ങളും നീ നൽകി തരുമാറുണ്ട് നിന്റെ അപേക്ഷിക്കുന്നു കർത്താവെ. ഇത്രയധികം കുഞ്ഞുങ്ങളെ നീ ഞങ്ങൾ കൂടി വരുന്നതിനാണ് നന്ദിയോടുകൂടി നിന്നെ സ്തുതിക്കുന്നു കർത്താവെ. ഇന്ന് ബാല്യ യുവതലമുറകൾ കർത്താവെ ആ മയക്കുമരുന്നിന്റെയും അതുപോലെ കർത്താവ് പൈശാചിക വൃത്തികളുടെയും പിന്നാലെ പോകുന്ന സമയത്ത് കർത്താവെ ഞങ്ങൾക്ക് വീണ്ടെടുക്കപ്പെട്ടവരായ ഈ മക്കൾക്ക് കർത്താവെ ദൈവമേ ഈ ഹാളിൽ കർത്താവെ മക്കൾക്ക് കർത്താവയുടെ സന്തോഷത്തോടെ സമാധാനത്തോടുകൂടി കടന്നു വരുവാൻ ദൈവം ഇടയാക്കിയോ നന്ദിയോടുകൂടി നിന്നെ സ്തുതിക്കുന്നു. പല കുഞ്ഞുങ്ങളും നാശത്തിലേക്ക് കർത്താവെ ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവെ ദൈവമേ നീ രക്ഷയിലേക്ക് കുഞ്ഞുങ്ങളെ വിളിച്ചു വരുന്നതിനാണ് നന്ദിയോടുകൂടി നിന്നെ സ്തുതിക്കുന്നു. പ്രത്യേക ക്ലാസ്സുകൾ എടുക്കുന്ന ഇൻസ്ട്രക്ടർമാരെ കർത്താവ് നീ അവിടെ സഹായിക്കണം. അവർക്ക് ആവശ്യമായിട്ടുള്ള ദൂത് കർത്താവ് നീ കൊടുക്കണം. പാർട്ടി സെഷൻ എടുക്കുന്ന സണ്ണിയണ്ണനെ പോലെ കർത്താവ് പലരുണ്ടല്ലോ കർത്താവെ അവരെല്ലാം നീ പരിപാലിക്കണം, സഹായിക്കണം കർത്താവെ. ദൈവമേ അവർ കഴിക്കുന്ന ഓരോ ഭക്ഷണത്തിനും സ്നാക്സിനും എല്ലാം കർത്താവെ ഒരു തുള്ളി വെള്ളത്തിൽ പോലും കർത്താവെ ഒരു മാലിന്യവും വളരാതെ വേണം കർത്താവ് നീ അവിടെ കാത്തു സൂക്ഷിച്ചിരിക്കാൻ നന്ദിയോടുകൂടി നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്തു കർത്താവെ. നാളെയും കർത്താവ് അവരുടെ കൂടെ കൂടി വരുവാനും കർത്താവെ ഈ മീറ്റിംഗ് അനുഗ്രഹപ്രദമായിട്ട് തീരുവാനും ദൈവം നീ അവിടെ സഹായിക്കണം, അനുഗ്രഹിക്കണം എന്റെ അപേക്ഷിക്കുന്നു കർത്താവെ. എല്ലാ മാനവും മൊത്തം വാങ്ങിയെങ്കിൽ മാത്രമേ ഇപ്പൊ ഞങ്ങൾ പിരിഞ്ഞു പോകുന്നു. പിരിയാതെ സാന്നിധ്യം ഞങ്ങളോട് കൂടി മാറണമേ. എല്ലാ കർത്താവായ യേശു ക്രിസ്തുവിന്റെ